ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്നൊരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് ആകാം, ഒരു സർപ്രൈസ് ആകാം, ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അങ്ങനെ എന്തും ആകാം. ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുന്നതായിരിക്കാം, ഒരു ഗിഫ്റ്റ് സർപ്രൈസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു അവരെ കാണാനോ ഒക്കെ പറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് ഒരു ലവ് ഓഫർ കിട്ടുന്നവനും സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു ജോബ് ഓഫർ ആകാം കേട്ടോ. ജോബ് ഓഫർ ആകാം, ഒരു ഫിനാൻഷ്യലി നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാകാം. അങ്ങനെ ആരിൽ നിന്നോ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് കിട്ടുന്നതായിട്ടാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇതൊരു പുതിയ തുടക്കം എന്നാണ്, ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു പുതിയ എന്താ പറയുന്നത്, ഇതിപ്പോൾ മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ പുതിയ മന്ത് ആയതുകൊണ്ട് ചിലപ്പോൾ പുതിയ പ്രോജക്റ്റ് വല്ലതും സ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് ആശയങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നു എന്നാണ് ഏസ് ഓഫ് സ്വോർഡ്സ് പറയുന്നത്. ഇവിടെ ഒരു ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന, പ്രഗ്നൻസിക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന കപ്പിൾസാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ന്യൂ ബേബി, അതിൻ്റെ ഒരു മേ ബി ചിലപ്പോൾ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ ഫാമിലിയിലേക്ക് വരുന്നതാവാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏസ് ഓഫ് സ്വോർഡ്സ് പറയുന്നത്. ഇത് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ കാർഡും കൂടിയാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ആളുകൾ സംസാരിക്കുക, കൊള്ളിച്ച് സംസാരിക്കുക, ഹേർട്ട് ചെയ്യുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റും കൂടി ഉള്ളത് കൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ദെൻ തേർഡ് കാർഡ് വന്നിട്ട് ഡെവിളാണ്. അപ്പോൾ ഭയങ്കരമായ ഒബ്സഷൻ തോന്നുക, അഡിക്ഷൻ തോന്നുക, ചില കാര്യങ്ങളോട് നമുക്ക് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ അഡിക്ഷൻ ഏത് തരം ആകാം. മൊബൈലാവാം, ചിലപ്പോൾ ലോട്ടറി ആകും കേട്ടോ. ലോട്ടറിയൊക്കെ ഒരു പ്രാവശ്യം എടുത്തു, 2 പ്രാവശ്യം എടുത്തു, വീണ്ടും ലോട്ടറി എടുക്കുക. അത് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് മൂല്യത്തിനനുസരിച്ചുള്ളത് പോലും ആയിരിക്കില്ല. ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടൊക്കെ ലോട്ടറി എടുത്ത് അതിന് പോലും ഒരു അഡിക്ഷൻ ഉണ്ടാവുക. അത്തരത്തിലുള്ളൊരു അഡിക്ഷൻ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ ഇൻടോക്സിക്കേഷൻ മാത്രമാണോ നിർബന്ധമില്ല. ഇപ്പോൾ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, ഡ്രഗ്സ് യൂസ് ചെയ്യുക, ഇത് മാത്രമല്ല അഡിക്ഷൻ എന്ന് പറയുന്നത്. പല രീതിയിലാണ് ആളുകൾക്ക്, പല രീതിയിലാണ് അഡിക്ഷൻ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അഡിക്ഷനുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്ന് അതിനോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡബിൾ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവുക, അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുക, നിങ്ങൾക്കൊരു മോശം സാഹചര്യത്തിൽ പെട്ടുപോവുക എന്നുള്ളതാണ് ഈ ഡബിൾ എനർജി പറയുന്നത്. ഓക്കെ. മോശം വാർത്ത കേൾക്കുക, ചീത്ത വാർത്തകൾ കേൾക്കുക എന്നൊക്കെയാണ് കേട്ടോ ഡബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ. ക്യൂൻ ഓഫ് കപ്സും 6 ഓഫ് വോൺസും ആണ്. ബോട്ടം വേൾഡ് കാർഡാണ്. അപ്പം ഈ വിദേശത്തൊക്കെയുള്ള ആളുകളെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതിൽ ഒരു മദർ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റക്കായി പോകുന്ന എനർജിയൊക്കെയാണ്. ഈ ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യുദ്ധത്തിൻ്റെയൊക്കെ ആയിരിക്കാം. ഈ ഡബിൾ എന്ന് പറയുന്നത് ഒരു നാശമാണ്, നെഗറ്റീവ് കാർഡാണ്, ഫുള്ളി നെഗറ്റീവാണ്, നാശമാണ്. അപ്പോൾ ഈ ഒരു വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന അമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി സ്റ്റക്കായി പോകുന്നതാവാൻ, ഈ യാത്ര സ്റ്റക്കായി പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേൾഡ് കാർഡും കൂടെ വന്നേക്കുന്നതുകൊണ്ടാണ് വിദേശത്തെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറേ ആളുകളെയൊക്കെ യുദ്ധം ബാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ നാട്ടിലേക്ക് വരാനുള്ള ആരെങ്കിലുമൊക്കെ അവിടെ യാത്ര തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു മദർ എനർജി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജിയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത്
പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. എന്നും ചെയ്യുന്നതല്ലാത്ത ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ആ സ്കിൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്ററി ഉണ്ടാവുക, അവിടെ പണം ഏൺ ചെയ്യുക എന്നൊക്കെയാണ്. അത് ചിലപ്പം ഓവർ വർക്ക് ചെയ്തിട്ട് ഓവർ ടൈം ചെയ്തിട്ട് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കൂടുതൽ പണം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓവറായിട്ട് വർക്ക് ചെയ്യുക, ഓവറായിട്ട് ഏൺ ചെയ്യുക, ഓവറായിട്ട് സേവ് ചെയ്യുക എന്നാണ്. കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം നേടുക, കൂടുതൽ പണം സേവ് ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെയായാലും അവിടെയുള്ള ആളുകളോടൊരു വിശ്വാസക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. നമുക്ക് പിന്നിലായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റം പറയുന്നതായിട്ടൊക്കെ നമുക്കൊരു ഫീല് വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ട്രസ്റ്റ് ഇഷ്യൂൻ്റെ കാർഡും കൂടിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 10 ഓഫ് കപ്സ് ആണ് ഫാമിലി റിയൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയോടൊപ്പം പുറത്തു പോവുക, നല്ല സമയം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെയാണ് ഈ 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ടൈമാണ് ഇതെന്ന് പറയുന്നത്. ഇനി അതല്ല, ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അങ്ങനെ ഉണ്ടായിരുന്നൊരു സെപ്പറേഷനിലായി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളോട് വളരെ സരസമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് കാണാൻ പറ്റും. അവർ ശരിക്കും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ചെയ്തില്ല എന്ന് പറയുന്നതാവാം, നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാകാം, നിങ്ങളുടെ എഫിഷ്യൻസി തർക്കിക്കുന്നതാവാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നതാവാം. അത്തരത്തിലുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുക, നിങ്ങളോട് ബാർഗെയിൻ ചെയ്യുക, നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താമെന്നൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു വഴക്കോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. മാത്രമല്ല, നിങ്ങൾ പോയി പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഏതാണോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത വശം നിങ്ങളുടെ തലയിൽ ആ പഴി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് വാൺസ് ആണ്. പുതിയ ജോലി കിട്ടുന്ന ആളുകളെ കാണുന്നുണ്ട്. പുതിയ ജോലി, പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് കടക്കുക, പുതിയ ജോലിയിലേക്ക് കടക്കുക, പുതിയൊരു സംരംഭം തുടങ്ങുക, പുതിയൊരു യാത്ര പോവുക, കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ കിട്ടുക, ഇതൊക്കെയാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ദെൻ 5 ഓഫ് കപ്സ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളുകളാണ് ഈ 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഈ പാസ്റ്റിലത്തെ കാര്യങ്ങൾ ഇറ്റ് ഈസ് പാസ്റ്റ്. ഇനി ഒരിക്കലും നമുക്ക് പിന്നിൽ പോയിട്ട് അത് തിരുത്താനോ സംഭവിക്കാതെ ഇരുത്താനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞു പോയത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞത് കൊണ്ട് ഇനി നമ്മൾ അതിനെ ഓർത്ത് വേദനിച്ചിട്ടോ പരിതപിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക. ഇനി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അന്നുണ്ടായ നഷ്ടം നികത്താൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് നോക്കേണ്ടത്. ഇനി അതിൻ്റെ വേദനയിലിരിക്കേണ്ട ആവശ്യമില്ല, ആ നഷ്ടത്തിലിരിക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ നിങ്ങൾ ആ നഷ്ടത്തിലിരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ച ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചുറ്റും വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. നിങ്ങളതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ അടച്ചിട്ട 100 വാതിൽ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്, അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലിൽ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് തുറന്ന് കിടക്കുന്ന 100 വാതിൽ കാണാത്ത എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കുക. നല്ല സാഹചര്യങ്ങളുണ്ട്, നല്ല അനുകൂലമായ അനുഭവങ്ങളുണ്ട്, നല്ല സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നിങ്ങളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. നഷ്ടപ്പെട്ടത് തന്നെയാണ്, നമുക്കുള്ളതല്ല. അത് പൊയ്ക്കോട്ടെ, അതിനേക്കാൾ മികച്ചത് നമുക്ക് തരാനാണ് അതിനെ നഷ്ടപ്പെടുത്തിയതെന്ന് മാത്രം മനസ്സിലാക്കുക. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. ഒരുപാട് വിറ്റ് വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചും പല സോഴ്സിൽ നിന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്. പലയിടത്തു നിന്നാണ്, ഒരിടത്തുനിന്നല്ല പലയിടത്തു നിന്ന് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സാലറി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കടം വാങ്ങിച്ചാലും തിരിച്ചു തരുന്നതാവാം. അങ്ങനെ പലയിടത്തു നിന്ന് പണം നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുക, EMIs അടയ്ക്കുക, അല്ലെങ്കിൽ പുതിയ കടങ്ങൾ ഉണ്ടാവുക, വീടിന് വേണ്ടിയിട്ട് പുതിയ കടങ്ങൾ എടുക്കുന്നതും ആകാൻ സാധ്യതയുണ്ട്. പണം കിട്ടുന്നതുകൊണ്ട് പണം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. മോസ്റ്റ്ലി അത് വീടിന് വേണ്ടിയിട്ടാണ്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദെൻ ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാത്തിരുന്ന ഒരു പണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. മോസ്റ്റ്ലി ഇത് പണമായിരിക്കാം. കാത്തിരുന്ന പണം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ
നിങ്ങളതിൽ ഒരുപാട് നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് വരും എന്ന് മാത്രം വിചാരിച്ച് പല കാര്യങ്ങളും നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് വിടുമ്പോഴാണ് ആ കാര്യങ്ങൾ നമുക്ക് വന്നു കിട്ടുന്നത്. നമ്മൾ പിന്നാലെ പോകുമ്പോൾ അത് ഓടി അകലുകയുള്ളൂ. എന്ത് കാര്യമായാലും, പണമായാലും അതല്ല വ്യക്തികളായാലും സാഹചര്യമായാലും നമ്മൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നതനുസരിച്ച് അത് ദൂരേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം ഇച്ഛിക്കാതെ നമ്മൾ അതിനുവേണ്ടി ഏറ്റവും മാക്സിമം പ്രവർത്തിക്കുക, ലെറ്റ് ഗോ ചെയ്ത് വിടുക. അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും വന്നു കിട്ടും. ഇതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. സ്ലോയിങ് ഡൗൺ ആണ്, പതുക്കെ ആയിരിക്കും, എങ്കിൽ പോലും തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചതിക്കപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വഞ്ചിക്കപ്പെട്ടോ ഒക്കെ എങ്ങനെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണമാകാം, സ്വത്താകാം, അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും പണം വന്നു കിട്ടും എന്ന് പറയുന്ന 3-4 കാർഡ് വന്നിട്ടുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ പേജ് ഓഫ് കപ്സും പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു സഹായം, ചിലപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ദെൻ ബോട്ടം നിൽക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ തീരുമാനം ഇല്ലാതിരിക്കുന്ന എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായി ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കും തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീം എൻഡിനെ കുറിച്ച് ആലോചിക്കുക. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും? ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവസാനം എന്ത് സംഭവിക്കും? ഞാൻ ഇങ്ങനെ അല്ലാതെ മറ്റേ രീതിയിൽ ഒരു തീരുമാനം എടുത്താൽ എങ്ങനെ അതിൻ്റെ അവസാനം എത്തും എന്നാലോചിക്കുക. ലോങ് ടേമിലേക്ക് ഒരു ഡിസിഷൻ്റെ പവർ ആലോചിക്കുക. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ ഇതിൻ്റെ ഫലം എന്താണ് എന്നാണ് ആലോചിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. എപ്പോഴും ലോങ് ടേം വ്യൂ ആണ് വേണ്ടത്, ഷോർട്ട് ടേം വ്യൂ അല്ല. ഓക്കെ, അപ്പോൾ ഇൻഡിസിഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായി തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് യെസ് ആണ് വന്നിട്ടുള്ളത്. യെസ്, നിങ്ങളൊരു കാര്യം മനസ്സിൽ വേണോ വേണ്ടയോ എന്ന ഇൻഡിസിഷൻ ആണെങ്കിൽ ഉത്തരം യെസ് ആണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയുന്നുണ്ട്. പിന്നെ ഫൊർഗീവ്നെസ്, നിങ്ങൾ ക്ഷമിച്ച് വിട്ട് കളയുക എന്നാണ്. ക്ഷമിക്കുക, അവരുമായിട്ട് വെറുപ്പോ വൈരാഗ്യം ഒന്നും മനസ്സിൽ വെക്കണ്ട, ക്ഷമിക്കുക, എന്നിട്ട് വിട്ട് കളയുക. ലാസ്റ്റ് കാർഡ് ഇഫ് യു ബിലീവ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരോടെങ്കിലും ഉള്ള മനസ്സിൽ വൈരാഗ്യം, ദേഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. ആ ആൾ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ജീവിതത്തിലെ വളരെ വലിയൊരു പാഠം അവർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരോട് നന്ദി പറയുക, അവരോട് ഫൊർഗീവ്നെസ് കൊടുക്കുക, അവർക്ക് ക്ഷമ കൊടുക്കുക, എന്നിട്ട് അവർ വിട്ടയച്ചേക്കുക. അവർ പോട്ടെ. അവർ ഇനിയും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ കാരണം ഉണ്ടാകാനുണ്ടെങ്കിൽ മാത്രം അവർ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാത്ത വശം അവർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അവർ പൊക്കോട്ടെ. അവർക്ക് എന്തെങ്കിലും ഇനിയും കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അവർ വന്നാൽ മതി. ഓക്കെ, പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും 100% അതിൽ വിശ്വസിക്കുക. അത് പൂർണ്ണമായും നടന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിനെ വിശ്വസിക്കുന്നു, അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു എനർജി എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലൊരു താങ്ക് യു യൂണിവേഴ്സ് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും ഇടണം. പിന്നെ കമൻറ്റ് പ്രത്യേകം കമൻറ്റ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് പറയണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കുറേ നാളൊരു ഹൈപ്പ് ചെയ്യാൻ പറയാൻ മറന്നു പോകും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി മൺഡേ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.